വലിയ തീർത്ഥാടന പ്രവാഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കണ്ടതാണ് സന്നിധാനത്തേക്ക്. അതോടൊപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതുമില്ല. അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്തെത്തിയ തീർത്ഥാടകർ പലയിടങ്ങളിലായി തമ്പടിച്ച ഇരിപ്പുണ്ട്. മകരജ്യോതി ഒരു നോക്ക് കാണുന്നതിനായി നിർവൃതിയോടെ വ്രതം നോറ്റ് കാത്തിരിക്കുകയാണ് ഓരോ അയ്യപ്പ ഭക്തനും. വലിയ നടപ്പന്തൽ ഭാഗത്താണ് അരുൺ കൊടുങ്ങൂരുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ ഫയർഫോഴ്സ് അവിടെ എത്തി ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ തത്സമയം ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ തീർത്ഥാടകർ വളരെ സമയം കാത്തുനിന്നതിന് ശേഷമാണോ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്? അവരുടെ പ്രതികരണങ്ങളിലേക്ക് അടക്കം കടക്കാൻ നമുക്ക് സാധിക്കുമോ അരുൺ? തീർച്ചയായും വലിയ നിയന്ത്രണങ്ങൾ തന്നെയാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വലിയ നടപ്പന്തലിലടക്കം തീർത്ഥാടകർ എത്തുന്നതിന് വലിയ ഒരു പ്രതിസന്ധി ഉണ്ട്. കാരണം ഈ മകരവിളക്ക് ോടനുബന്ധിച്ച് പന്തളത്തു നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ സന്നിധാനത്തും അതോടൊപ്പം തന്നെ ഈ വിവിധ ഇടങ്ങളിലും തീർത്ഥാടകരുടെ ഒരു വലിയ സഞ്ചയം തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മകരവിളക്കും മകരജ്യോതിയും എല്ലാം കാണാവുന്ന ഇടങ്ങളിലെല്ലാം തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ആ ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോലീസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ക്രമീകരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നത്. മുൻകൂട്ടി തന്നെ പോലീസ് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടരേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും പോലീസ് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക്, ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക്, സർക്കാർ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ള ഒരു തീർത്ഥാടകരുടെ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും തീർത്ഥാടകരുടെ ഒരു വലിയ സഞ്ചയം തീർത്ഥാടകരെ കൊണ്ട് നിബിഡമാകുന്ന ഒരവസ്ഥയാണ് സന്നിധാനത്ത് ഉള്ളത്. ആ ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ തീർത്ഥാടകരുടെ ഒരു തിരക്കിൽ ഗണ്യമായ ഒരു കുറവ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് തീർത്ഥാടകരുടെ ഒരു വലിയ സഞ്ചയം, മണിക്കൂറുകൾ ദർശനത്തിനായി വരി നിൽക്കേണ്ട ഒരു സാഹചര്യം, മണിക്കൂറുകൾ പമ്പയിലും നിലയ്ക്കലും ഇലവുങ്കലും എരുമേലിലും പത്തനംതിട്ടയിലും എല്ലാം തന്നെ ഇടത്താവളങ്ങളിലും എല്ലാം തന്നെ തീർത്ഥാടകരെ പിടിച്ചിടേണ്ട ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ നിലവിലുണ്ടായിരുന്നു. എന്തായാലും ഇതിനൊടുവിൽ തന്നെയാണ് ഈ മകരവിളക്കിലേക്ക് എത്തുന്നത്. ഈ മകരവിളക്ക് ദിവസവും ഇത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. തീർത്ഥാടകരുടെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ ഒരു കുറവ് വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു കാര്യത്തിലേക്കെല്ലാം തന്നെ എത്തിയിരിക്കുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ 2 ദിവസങ്ങളായി അല്ലെങ്കിൽ 3 ദിവസങ്ങളായി സന്നിധാനത്തേക്ക് എത്തിയ അന്യ സംസ്ഥാനങ്ങളിലടക്കമുള്ള തീർത്ഥാടകരെല്ലാം തന്നെ ഇവിടെ തമ്പടിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത്. മകരജ്യോതിയും മകരവിളക്കും കാണാവുന്ന എല്ലാ ഇടങ്ങളിലും തീർത്ഥാടകർ നിറഞ്ഞു നിൽക്കുകയാണ്. തീർത്ഥാടകരെ കൊണ്ട് മൊത്തവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ആ ഒരു തിരക്ക് തന്നെ ഇപ്പോഴും സന്നിധാനത്ത് പ്രകടമാണ്. പർണശാലകൾ കെട്ടി തീർത്ഥാടകരെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. ആ പുണ്യസുദിനത്തിനായി, ആ പുണ്യ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. വലിയ തീർത്ഥാടന തിരക്ക് തന്നെ ഇവിടെയെല്ലാം തന്നെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അയ്യൻ്റെ പൂങ്കാവനത്തിൽ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിലും കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്താനും അതോടൊപ്പം തന്നെ മകരവിളക്കും മകരജ്യോതിയും എല്ലാം തന്നെ കാണാനുള്ള ക്രമീകരണങ്ങളിലേക്ക്, അതോടൊപ്പം തന്നെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പ സ്വാമിയെ കാണാനുള്ള ആ ഒരു കാത്തിരിപ്പ് തന്നെയാണ് തീർത്ഥാടകർക്ക് എല്ലാം ഉള്ളത്. അതുതന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകരും പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും സന്നിധാനത്ത് പൂർണ്ണമായിരിക്കുകയാണ്. 5 മണിയോടെയാണ് നട തുറക്കുക. നട തുറന്നതിന് ശേഷമാണ് ഈ ഒരു പ്രത്യേക ദേവസ്വം ബോർഡിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരും സന്നിധാനത്തു നിന്നും തിരുവാഭരണത്തെ സ്വീകരിക്കാനായി സന്നിധാനത്തു നിന്നും ശരംകുത്തിയിലേക്ക് പോവുക. 5:30 ഈ സംഘം അവിടെ എത്തും. 6 മണിയോടെയാകും തിരുവാഭരണ സംഘം പന്തളത്ത് നിന്ന് കാൽനടയായി പുറപ്പെട്ട തിരുവാഭരണ സംഘം പരമ്പരാഗതമായ പാതയിലൂടെ ചിട്ടവട്ടങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി പ്രൗഢിയോടെ, പാരമ്പര്യത്തോടെ, തനിമയോടെ പരമ്പരാഗത വീഥിയിലൂടെ കാട്ടാറും അതോടൊപ്പം തന്നെ അയ്യൻ്റെ പൂങ്കാവനത്തിലൂടെ താണ്ടി എത്തുന്ന ആ ഒരു സംഘത്തെ സന്നിധാനത്തേക്ക് സ്വീകരിച്ച് ആനയിക്കുക. 6:30 ദീപാരാധന നടക്കും. ഈ ഒരു നിമിഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന്. മകരസംക്രമ ദിവസമാണ് ഇന്ന്. 2:46 പുലർച്ചെ 2:46 സന്നിധാനത്ത് സംക്രമ പൂജ നടക്കുകയും ചെയ്തത്.
ഏറ്റവും അനുഗ്രഹദായകമായ, ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പവിത്രമായ ഒരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ദിവസം ദർശനം സാധ്യമാക്കുക എന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചോളം അവൻ്റെ ഒരു വലിയ അഭിലാഷമായി തന്നെ കാണുന്നു. അതുകൊണ്ട് എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാലും, എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും, എത്ര കിലോമീറ്ററുകൾ താണ്ടിയാലും, എത്ര കിലോമീറ്ററുകൾ വരി നിന്നാലും ആ സ്വാമി അയ്യപ്പന്മാരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു വലിയ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് തീർത്ഥാടകരെല്ലാം തന്നെ ഉള്ളത്. ഇനി ആ കാത്തിരിപ്പിന് ദൈർഘ്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാ കണ്ണുകളും സന്നിധാനത്തേക്ക്, എല്ലാ കണ്ണുകളും പൊന്നമ്പലം വീട്ടിലേക്ക്, എല്ലാ കണ്ണുകളും മകര ജ്യോതി കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് തന്നെയാണ് തീർത്ഥാടക ലക്ഷങ്ങൾ ഈ സന്നിധാനത്തും അനുബന്ധ കേന്ദ്രങ്ങളിലും അയ്യൻ്റെ പുങ്കാവനത്തിനും വിവിധ ഇടങ്ങളിലും എല്ലാം തന്നെ മകരവിളക്കും മകരജ്യോതിയും കാണാവുന്ന എല്ലാ ഇടങ്ങളിലും ഈ തമ്പടിച്ചിരിക്കുന്നത്. അത് തന്നെയാണ്, എല്ലാ സ്ഥലങ്ങളിലും തമ്പടിച്ചിരിക്കുകയാണ് തീർത്ഥാടകർ. ആ പുണ്യ നിമിഷത്തിനായി ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. 5 മണിക്ക് നട തുറക്കും. അതിനുശേഷം തുടർ ചടങ്ങുകളും ആരംഭിക്കുകയും ചെയ്യും.